ഷാനവാസും യാത്രയായി. 80കളെ ത്രസിപ്പിച്ച യുവനായകൻ, നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ പ്രിയപുത്രൻ. പ്രേംനസീറിൻ്റെ ആശീർവാദത്തോടെ ഒരു കാലത്തെ സിനിമയിൽ സൂപ്രധാനമായി മാറിയ ഷാനവാസ് ഇന്നലെ രാത്രി 11:50 മരണമടഞ്ഞു. തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 4 വർഷമായി വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വൃക്ക മാറ്റിവെച്ച ശേഷം പൂർണ്ണ വിശ്രമമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. എന്തായിരുന്നു ഷാനവാസ്? ആരായിരുന്നു ഷാനവാസ്? നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകനായിരുന്നു ഷാനവാസ്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം നല്ലൊരു ഡാൻസറായിരുന്നു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ അഭ്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഡാൻസും നൃത്തവും അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഡാൻസും നൃത്തവും എല്ലാം കാണാം. ഷാനവാസ് ആദ്യമായി അഭിനയിച്ചത് പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് മഴനിലാവ്, കോരിത്തരിച്ച നാൾ, ഈ യുഗം, ആശ തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലൊക്കെ സോളോ ഹീറോ ആയിരുന്നു ഷാനവാസ്. ചിത്രങ്ങളെല്ലാം ഹിറ്റ്. പ്രേംനസീറിൻ്റെ മകൻ മലയാളത്തിൽ പതിയെ പതിയെ തരംഗമായി മാറി. പ്രേംനസീറുമൊത്ത് ഷാനവാസ് ഒരുമിച്ച് അഭിനയിച്ച ആദ്യ ചിത്രം ഇവൻ ഒരു സിംഹമാണ്. പ്രേംനസീർ അച്ഛനും ഷാനവാസ് മകനുമായി അഭിനയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. പ്രേംനസീർ നന്നായി പ്രൊമോട്ട് ചെയ്തു ഷാനവാസിനെ. പ്രതിജ്ഞ, ജസ്റ്റിസ് രാജ തുടങ്ങിയ സിനിമകളിലൊക്കെ, പ്രേംനസീറിൻ്റെ സിനിമകളിലൊക്കെ ഷാനവാസിനും വേഷമുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ ശ്രദ്ധേയമായ ഒരു ചിത്രം പ്രശ്നം ഗുരുതരമാണ്. അത് സംവിധാനം ചെയ്തത് ബാലചന്ദ്രമേനോനാണ്. പ്രേംനസീറും ജയഭാരതിയുമായിരുന്നു നായികാനായകന്മാർ. ഇതിൽ ഗസ്റ്റ് റോളായിരുന്നു ഷാനവാസിന് ഒരപകടത്തിൽ മരിക്കുന്ന ഡോക്ടറുടെ വേഷം. ആ വേഷം അസാധ്യമായി തന്നെ ഷാനവാസ് കൈകാര്യം ചെയ്തു. ഹിമമാണ് ഷാനവാസിനെ യുവാക്കളുടെ തരംഗമാക്കി മാറ്റിയ വേഷം. ഹിമത്തിൽ നെഞ്ചക്ക് കറക്കുന്ന ഷാനവാസിൻ്റെ ദൃശ്യമുണ്ട്. ശങ്കറും പ്രേംനസീറും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും ഷാനവാസാണ് നെഞ്ചക്ക് കറക്കി സ്കോർ ചെയ്തത്. ഷാനവാസിൻ്റെ ആയോധന കലയിലെ പ്രാവീണ്യം വ്യക്തമാക്കുന്ന രംഗമായിരുന്നു അത്. എന്തായാലും പിന്നീട് ഷാനവാസ് ഒന്നുമല്ലാതാകുന്നത് കണ്ടു. പ്രേംനസീർ തരംഗമായി നിന്നപ്പോൾ ഷാനവാസും തരംഗമായിരുന്നു. അച്ഛൻ്റെ കൈപിടിച്ച് സിനിമയിലേക്ക് എത്തിയ ഷാനവാസിന് പ്രേംനസീർ എല്ലാവിധ പിന്തുണയും നൽകി. ഷാനു എന്നാണ് പ്രേംനസീർ ഷാനവാസിനെ വിളിച്ചിരുന്നത്. മദ്രാസിൽ മൂവർ സംഘം പ്രസിദ്ധമായിരുന്നു. പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസും ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭുവും SP മുത്തുരാമൻ്റെ മകൻ കാർത്തികും കൂട്ടുകാരായിരുന്നു. അവർ ചെന്നൈയിലെ, അന്നത്തെ മദ്രാസിലെ നിശാ ക്ലബ്ബുകളിൽ ആടിത്തിമിർത്ത് ഉല്ലസിച്ച് നടന്നു. മൂവരും സിനിമയിലെത്തി. പ്രഭുവും കാർത്തികും ഒരുപാട് ചുവടുകൾ മുന്നോട്ട് പോയപ്പോൾ ഷാനവാസിന് അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. പ്രേംനസീറിന് അവസരം കുറഞ്ഞപ്പോൾ ഷാനവാസിനും സ്വാഭാവികമായി അവസരം കുറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും മെയിൻ സ്ട്രീമിലേക്ക് എത്തി. പ്രേംനസീറിന് സിനിമയില്ലാതായപ്പോൾ ഷാനവാസിനും സിനിമയില്ലാതായി. പിന്നീട് കുറച്ച് B ഗ്രേഡ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുന്ന കാഴ്ച കണ്ടു. ഷാനവാസുമായി ഒരിക്കൽ അഭിമുഖം നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫോൺ വഴിയായിരുന്നു അഭിമുഖം. സിനിമാ മംഗളത്തിൽ ഓർമ്മയുണ്ടോ എന്ന പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. അതിലേക്ക് ഞാൻ ഷാനവാസിനെ ഉൾക്കൊള്ളിച്ചു. ഫോണിലൂടെ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അച്ഛനെപ്പറ്റി പറഞ്ഞു ഷാനവാസ്. തൻ്റെ തകർച്ചയെപ്പറ്റി, സിനിമാ ജീവിതത്തിലെ തൻ്റെ തകർച്ചയെപ്പറ്റി പറഞ്ഞു അദ്ദേഹം. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛൻ്റെ കൈപിടിച്ച് വളർന്നവർ തന്നെ പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
രാജാവിൻ്റെ മകൻ എന്ന തലക്കെട്ടോടെ ആ ഇൻ്റർവ്യൂ അച്ചടിച്ച് വന്നു. ഇൻ്റർവ്യൂ കണ്ട ശേഷം ഷാനവാസ് വിളിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഷാനവാസിനെ നേരിട്ട് കാണാൻ എന്തുകൊണ്ടോ സാധിച്ചില്ല. തിരുവനന്തപുരത്ത് ഷാനവാസ് ഉണ്ടായിട്ടും നേരിട്ട് കാണേണ്ട ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. ഷാനവാസ് അവസാനം അഭിനയിച്ച ചിത്രം ജനഗണമനയാണ്. അതിനുശേഷം വലിയ ചിത്രങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. അഭിനയം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അടിഞ്ഞു ചേർന്ന ഒരു വികാരമായിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിന്നവർ അച്ഛൻ മരിച്ചപ്പോൾ തൻ്റെ മുമ്പിൽ നെഞ്ചുവിരിച്ചു നിന്ന ദയനീയ കാഴ്ച ഷാനവാസിന് കാണേണ്ടി വന്നു. അവസരങ്ങൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും തലകുനിച്ചു നിന്നില്ല ഷാനവാസ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ ഷാനവാസ് എത്തി. അതിൽ മോഹൻലാലും ഷാനവാസും തമ്മിലുള്ള സംഘട്ടന രംഗമൊക്കെ ശ്രദ്ധേയമാണ്. പക്ഷേ അതേ തുടർന്ന് കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അച്ഛനെ സ്നേഹിച്ചിരുന്നവരെല്ലാം കള്ളനാണയങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ഷാനവാസ്. അച്ഛനെ സ്നേഹിച്ചിരുന്നവർ അച്ഛൻ്റെ ഡേറ്റിന് വേണ്ടിയായിരുന്നു സ്നേഹിച്ചിരുന്നത്. പക്ഷേ പ്രേംനസീർ അവരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പ്രേംനസീറിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം. അതുപോലെ ഷാനവാസിനും ഒരാഗ്രഹമുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹം. ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി ഞാൻ അറിഞ്ഞിരുന്നു. തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ അദ്ദേഹം വൃക്കരോഗ ചികിത്സയ്ക്ക് വിധേയമായതും വൃക്ക മാറ്റിവെച്ചതും ഒക്കെ അറിഞ്ഞു. ഷാനവാസ് വീട്ടിലേക്ക് സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല, കാരണം ഇൻഫെക്ഷൻ പിടിപെടും എന്ന ഭയം കൊണ്ട്. എന്തായാലും ഷാനവാസ് ഇന്നില്ല. സിനിമാ രംഗത്തെ നെറികേടുകൾ ഏറെ അനുഭവിച്ചു ഷാനവാസ്. ആ നെറികേടുകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു പോയി. പക്ഷേ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴിൽ അദ്ദേഹത്തിന് വേരോട്ടം ലഭിച്ചില്ല. എന്തായാലും ഷാനവാസിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ, സിനിമയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ സാമ്പത്തികമായി അദ്ദേഹം വളരെ സെക്യൂറായ ഒരു നിലയിലെത്തി. ഷാനവാസിൻ്റെ ഭാര്യ ആയിഷ, പ്രേംനസീറിൻ്റെ സഹോദരിയുടെ മകൾ, അതായത് മുറപ്പണിനെ തന്നെയാണ് ഷാനവാസ് വിവാഹം കഴിച്ചത്. മക്കൾ അംജദ് ഖാൻ, ഷമീർ ഖാൻ. ഷാനവാസിന് പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ. ഷാനവാസ് ജീവിക്കും പ്രേക്ഷക ഹൃദയങ്ങളിലൂടെ. 80കളിലെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു പേരാണ്, ഒരു തരംഗമാണ് ഷാനവാസ്.